ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 8-ാം വാക്യം ഒന്ന് വായിക്കുക അവസാനം മിസ്റ്റർ. മു- വെളിപ്പാട് 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ആമേൻ. സ്തോത്രത്തിലേക്ക് ഒന്ന് ഉച്ചക്കലത്തെ പ്രേയറിൽ നമ്മുടെ ജോളി ആന്റിക്ക് കിട്ടിയ വചനമാണത്. ദൈവം കൊടുത്താണ് അത് പറഞ്ഞ്. അത് കഴിഞ്ഞ ശേഷം വൈകിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്രാർത്ഥന വെച്ചപ്പോ അതിനകത്ത് ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഈ വചനം ഇങ്ങനെ കടന്നു വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടും ഒക്കെയുള്ളതാണ്. എല്ലാവരും കഷ്ടതയിലൊക്കെ ഇരിക്കും, ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഹാലേലിയ, സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ആശ്വസിക്കുന്ന ഒരു വചനമാണെങ്കിലും, പക്ഷെ ദൈവം ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഡോറ് തുറക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല. സുവിശേഷത്തിന് ഡോറ് തുറന്നതിനെ കുറിച്ചും സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ വായിലേക്ക് വരുന്ന വാക്യമാണ് അതല്ലേ. കാരണം ഹാലേലിയ, അതാ ഞാൻ നിനക്ക് മുമ്പ് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം ഭരണാധികാരികൾ ഇത് നിർത്തിക്കളയാനായിട്ട് അടച്ചു കളയാനായിട്ട് ശ്രമിക്കുന്നുവോ, ഇതുവരെ അത് അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവ് തുറന്ന് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ലെന്നേ, അതാണ് എന്റെ സത്യം. ഹല്ലേലൂയ. അപ്പൊ അത് ഇനി എത്ര വർഷങ്ങൾ നീണ്ടുപോയാലും ഈ ഭൂമിയിൽ എത്രയൊക്കെ പ്രതിസന്ധിയിൽ എത്രയൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും ഹല്ലേലൂയ, ഇതൊരിക്കലും ആർക്കും അടയ്ക്കാൻ കഴിയില്ല. കാരണം ഇത് തുറന്നത് സർവശക്തനായ അഹിലാണ്ടത്തെ ഉടയവനായ ദൈവമാണ് തുറന്നതെങ്കിൽ ഹല്ലേലൂയ, അത് ആർക്കും അടയ്ക്കാൻ കഴിയും. ഇവിടെ 2-3 കാര്യങ്ങൾ ദൈവം പറയും. പക്ഷെ നമ്മൾ ഒരു സംഭവം മാത്രം ചിന്തിക്കാൻ എടുക്കുന്നുള്ളെങ്കിൽ നമ്മുടെ ആദ്യമേ ഇത് അവിടെ പറഞ്ഞ ആദ്യം പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹാലേലിയ. ഈ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ എല്ലായിടത്തും കർത്താവ് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. അല്ലെ? നമ്മുടെ പ്രവൃത്തി എന്താന്ന് യഥാർത്ഥമായി അറിയുന്ന അത് സഭയ്ക്ക് മാത്രമല്ല, നമ്മൾ വ്യക്തിപരം ഓരോരുത്തരുടെ ജീവിതം എടുത്താലും നമ്മൾ എന്താണെന്ന് യഥാർത്ഥമായി അറിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്നെ കുറിച്ചാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വചനം സംസാരിക്കുക, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എന്നെ മാത്രമേ അറിയത്തുള്ളായിരിക്കും. എന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഞാൻ അവരുടെ വീട്ടുകാരുടെ മുമ്പിൽ കാണുന്ന എന്നെ അറിയത്തുള്ളായിരിക്കും. പക്ഷെ എന്നെ യഥാർത്ഥമായിട്ട് എന്താണെന്ന് അറിയുന്ന ഒരാൾ ദൈവം മാത്രമാണ്. അപ്പൊ എനിക്ക് എന്ത് കുറവുണ്ടെന്നും എനിക്ക് എന്ത് പോരായ്മയുണ്ടെന്നും എന്ത് ബലഹീനതകളുണ്ടെന്നും എന്തൊക്കെ നല്ല സ്വഭാവങ്ങളുണ്ടെന്നും സകലതും അറിയുന്ന ദൈവമാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് മാത്രം നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നേ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുക, നമ്മളിവിടെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കും, നമ്മുടെ ഉള്ളിലൂടെ കടന്ന ചിന്തകൾ എന്താണ്, വിചാരങ്ങൾ എന്താണ്, ആമേ, അതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴും അതും അറിയുന്നൊരു ദൈവം. ആ ദൈവം പറഞ്ഞേക്ക് ഇവിടെ പറയും, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പൊ നമ്മളെ കുറിച്ച്, എല്ലാവരെ കുറിച്ച്, ഈ സഭയെ കുറിച്ചാണെങ്കിൽ ഈ ലോകത്തുള്ള സകലത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നന്നായി ഏറ്റവും ഉള്ളതുപോലെ അറിയുന്ന സർവശക്തനായ ദൈവം ഹാലേലിയ എല്ലായിടത്തും കർത്താവ് യേശുക്രിസ്തു എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ ഇതെന്തിനാണ് എടുത്ത് എഴുതിയേക്കുന്നത്? എല്ലായിടും പറഞ്ഞു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്ന. ഇത് വായിക്കാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോണം, നമ്മുടെ പ്രവൃത്തി ഒരാൾ അറിയുന്നുണ്ട്. നമ്മുടെ രഹസ്യത്തിലുള്ളതും പരസ്യത്തിലുള്ളതും അറിയുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ വിവാസം പ്രസവിച്ച് പറഞ്ഞു യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോ യേശു കർത്താവ് യോർദാനിൽ സ്നാനപ്പെട്ട് കരയിൽ കയറിയപ്പം ആ നാട്ടിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം കേൾക്കെ കർത്താവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ അത് പരസ്യത്തിൽ പറഞ്ഞു. പക്ഷേ ആ പരസ്യ ജീവിതത്തിൽ എന്റെ പ്രിയപുത്രൻ എന്ന് പറയാൻ യേശു കർത്താവിന്റെ ജീവിതം അതിനൊരു മാതൃകയായിരുന്നെങ്കിൽ രഹസ്യത്തിൽ മറുരൂപമലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും പറഞ്ഞു ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ രഹസ്യത്തിലും പരസ്യത്തിലും കർത്താവ് ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് പറയാൻ തക്കവണ്ണം യേശു കർത്താവ് ജീവിച്ചതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും കർത്താവ് പറയാൻ കഴിയണം. രഹസ്യ ജീവിതത്തിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ പേഴ്സണൽ ലൈഫിൽ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, കർത്താവ് ഞാൻ എന്റെ പ്രിയപുത്രനാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രിയമായിട്ട് ഞാൻ ജീവിക്കുന്നത് പറയാൻ പറ്റുമോ?
ഇല്ല, നമുക്കൊക്കെ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. നമ്മുടെയൊക്കെ ചിന്തകളിലെങ്കിലും ഹാലയില് വിചാരങ്ങളിലെങ്കിലും പലതും കേറി വരും. ആമി ഹാല ദൈവത്തിന്റെ ഹാലയില് അവനത്തിൽ പറഞ്ഞ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച്, ജഡത്തിന്റെ ആ സ്വഭാവത്തിൽ, ജഡത്തിന്റെ ഫലം, ജഡത്തിന്റെ സ്വഭാവം ഹാലലിയ ആമ ഇല്ലാത്ത എത്ര പേര് ഞാൻ തിരിപ്പുണ്ടെന്ന് ആരും ഉണ്ടാകത്തില്ല. കാരണം നമ്മളെല്ലാം ഹാല ഈ ലോകത്തിൽ ഹാല ഈ ഫ്ലഷിൽ ജീവിക്കുമ്പോൾ ആമ ഫ്ലഷ്ലി നീഡ്സും ഫ്ലഷ്ലി ഹാല ഡിസയേഴ്സും ഒക്കെ നമ്മൾ കടന്നു വരാം. പക്ഷെ അതും നമ്മൾ കടന്നു വരുമ്പോൾ ഹാലലിയ അതും കർത്താവ് അറിയുന്നുണ്ട്. പണ്ടൊരിക്കൽ ദേവദാസം പ്രസംഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. കർത്താവ് എപ്പോഴും പറഞ്ഞേക്കുന്നത്, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. നമുക്കറിയാം യാക്കോബ് ഒരു പരാജയമായിരുന്നു. പക്ഷെ ഇസ്രായേലിന്റെ ദൈവം എന്നല്ല എല്ലായിടത്തും എഴുതിയേക്കുന്ന ദൈവം. ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാം പറയുന്നത് ഞാൻ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന്. കാരണം ഒരു പരാജിതനായിട്ട് പോലും യാക്കോബിന്റെ ദൈവം എന്ന് പറയാൻ ദൈവം മടി കാണിച്ചു. അതുപോലെ ഞാനൊരു പരാജയപ്പെടുന്ന മേഖലയിലും ദൈവം മിനിയുടെ ദൈവം എന്ന് പറയാൻ, മിനി എന്റെ മകളാന്ന് പറയാൻ ദൈവം മടി കാണിക്കത്തില്ല. നമ്മൾ പക്ഷേ മടി കാണിക്കുക ഹാലയിലെ. കാരണം അവൻ നമ്മുടെ കൂട്ടത്തിൽ കയറി പരാജയമായി കഴിഞ്ഞാൽ ഇതെന്റെ കൂട്ടുകാരിയാണ്, അല്ലെങ്കിൽ ഇതെന്റെ സുഹൃത്താണ്, ഇതെന്റെ സഹോദരിയാണെന്ന് പറയാൻ മടി കാണിക്കും. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലെ നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ സ്വന്തമാകുന്നു ഹാലെ. ഇപ്പൊ സഹോദരങ്ങൾ പോലും ഞാൻ പറയാം, നമ്മൾ പരാജയമാണെങ്കിൽ ഹാലെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമാണ്, സാമ്പത്തികത്തിൽ പരാജയമാണ് ഹാലെ, മറ്റ് പല മേഖലയിലും പരാജയമാണെങ്കിൽ ഹാലെ, ഇതെന്റെ സഹോദരിയാണെന്ന് ചേർത്ത് നിർത്താനായിട്ട് മറ്റുള്ളവർ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ പോലും ഇഷ്ടപ്പെടത്തില്ല. ഹാലേലിയ. പക്ഷെ എന്റെ ദൈവം അങ്ങനെയല്ല. ഏത് പരാജയത്തിലും ഹാലേലിയ കുഞ്ഞെ ഞാൻ നിന്നെ കൈവിടത്തില്ല എന്ന് പറഞ്ഞാൽ കൈവിടത്തില്ലെന്ന് തന്നെയാണ്. ഇവിടെ അതാ പറയാ, കർത്താവ് നമ്മളെ അറിഞ്ഞ് തന്നെയാണ് സ്നേഹിക്കുന്നത്. ആമേ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾക്ക് മറ്റുള്ള പലർക്കും നമ്മളെ നോക്കുമ്പോൾ പല കുറവുകളും കണ്ട് ആ കുറവുകളെ കുറിച്ച് പലതും പറയുമ്പോൾ ആമേൻ സ്തോത്രം. പക്ഷെ എന്റെ സർവശക്തനായ ദൈവം നമ്മുടെ കുറവുകൾ അല്ല ഹാലയിൽ നോക്കുന്നത്. നമ്മളുടെ സ്നേഹത്തിൽ ഹാലയിൽ എല്ലാം അറിയുന്നവനാണ്. പക്ഷെ അറിഞ്ഞാലും ഇവിടെ പറയുന്നുണ്ട്, അവരുടെ ഗുണങ്ങളും പറയുന്നുണ്ട്, ദോഷങ്ങളും പറയുന്നുണ്ട് കർത്താവ് ഓരോ സഭയെടുക്കുമ്പോൾ. അല്ലേ? നമ്മളാണ് എന്ത് പറയും, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നേടെ കുറവ് മാത്രം പറയും. ചില ദൈവദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സകല മനുഷ്യന്റെയും കുറവ് നമുക്കറിയാം, പക്ഷേ നമ്മുടെ കുറവ് മാത്രം നമ്മൾ കാണത്തില്ല. അല്ലേ? ഒരു വചനം പറഞ്ഞ ഒരു കുത്തുന്ന വചനമാണെങ്കിൽ അപ്പോൾ അത് അവർക്കുള്ളത്, അത് ഇവർക്കുള്ളത്, നമുക്കുള്ളതല്ല. അല്ലേ? അതുകൊണ്ട് എന്താ വെച്ചാൽ സകലത്തെ കുറവ് നോക്കുന്നവരാ നമ്മള്. അല്ലേ? ഇപ്പൊ ഒരു 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 സഭയിൽ പോയിരുന്നാലും മീറ്റിംഗിൽ കയറിയിരുന്നാലും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നും അവരുടെ ഡ്രസ്സ്, അവരുടെ ഹാലേലിയ കൈയൊക്കെ ഉണ്ടോ, നെയിൽ പോളിഷ് ഉണ്ടോ, ഡൈ ഉണ്ടോ, പുരുവൻ ത്രെഡ് ചെയ്തിട്ടുണ്ടോ, ലിപ്സ്റ്റിക് ഉണ്ടോ, അല്ലെങ്കിൽ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കും. കാരണം എന്താ, നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ട്. എന്താ വിശ്വാസി എന്താ ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ പാടുള്ളത്. ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് വന്ന ഒരു വിശ്വാസിയുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ളത്. നമ്മുടെ ബെനിറ്റാണ്ടി പറയുന്ന കണക്കാണെങ്കിൽ പറയാം. അല്ലല്ല, നമ്മളൊരു ദിവസം ചോദിച്ചു, ഈ സാരിയൊക്കെ വലിച്ചു കിട്ടി ഇത്രയും ഇതൊക്കെ ഇട്ടിങ്ങനെ. അപ്പൊ പുള്ളിക്കാരൻ, ഞാൻ ഇപ്പൊ ഈ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്, തമിഴ്നാട്ടിൽ തമിഴാണ് എന്റെ ഭർത്താവ്. അപ്പം തമിഴ്നാടിന്റെ കൾച്ചർ ഇതാക്കും, ആലപ്പുലിസും ഒക്കെ ഇട്ട് ആലയില് സാരിയൊക്കെ പിളപിളാമിന്റെ സാരിയൊക്കെ കൊടുത്ത് കൈ ആഭരണമൊക്കെ ഇട്ട്. അപ്പം പുള്ളിക്കാരി തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്. പുള്ളിക്കാരിക്ക് ബോധമുള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം ആ കൾച്ചറിലാണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. അതുകൊണ്ടാ പാമ്പടിച്ച് ജർമ്മനിക്കാരത്തിയാണ് സാരിയൊക്കെ വലിച്ചു ചുറ്റിക്കൊണ്ട് വരുന്നത്. ഹാലയിലൂയ. അപ്പൊ ഇത് പറയാം. അപ്പം അവരതുപോലെ പറഞ്ഞ് കുറെ ഓർണമെന്റ്സ് ഒക്കെ ഇടും. ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ തലയൊരു കിരീടം എടുത്ത് വെക്കും. കാരണം ഇപ്പൊ ഒരു ക്രൗണും കൂടെ പറയും, നമുക്ക് ക്രൗൺ എന്താണ്, ഇപ്പോഴേ ഞാൻ ഈ ക്രൗൺ വെച്ച് ശീലം, ഇപ്പൊ ഒരു ക്രൗൺ വെച്ചിട്ടാണ് നിൽക്കുന്നത് എപ്പോഴും മീറ്റിംഗ്. അപ്പൊ പറയുന്ന വെച്ചാൽ നമ്മൾ കർത്താവിന്റെ അംബാസിഡേഴ്സ് ആയി നിൽക്കുന്ന, നമ്മൾ തിളങ്ങി നിൽക്കണം. കാരണം അതുകൊണ്ടാണ് പുള്ളിക്കകത്ത് ദൈവം കൊടുത്ത വെളിപ്പാട്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി ഹാലയിലൂയ, ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്, നല്ല ലിപ്സ്റ്റിക് ഇട്ട്, മേക്കപ്പ് ഒക്കെ ഇട്ട്, നല്ല തോന്നിയ നമ്മൾ സ്റ്റേജ് തിളങ്ങുന്ന രീതിയാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഇത് ഡൈജസ്റ്റ് ആവുമെന്ന് വെച്ചാൽ ഇല്ല. ഹല്ലേലൂയ. കാരണം മനുഷ്യൻ എപ്പോഴും പുറമേ എന്തൊക്കെയോ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആകാവുള്ളൂ. പണ്ട് ഞാൻ ഒരൊക്കെ പറഞ്ഞ, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഇമേജ് വെച്ചേക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ ലിമിറ്റ് ചെയ്ത ഹാലയിലെ കാണുന്നത്. കാരണം പനിയല്ലേ, പ്രാർത്ഥന മാറുമായിരിക്കും. ക്യാൻസറിന്റെ തുടക്കമല്ലേ, മാറുമായിരിക്കും. 4th സ്റ്റേജ്, ഡോക്ടർമാര് ഒരു രക്ഷയില്ലെന്ന് പറയും, ഇനിയിപ്പം ഇതൊക്കെ മാറുമായിരിക്കും. കാരണം നമ്മളുടെ ഒരു ലിമിറ്റ് ഉണ്ട് കർത്താവിന്. ഇതൊക്കെയാ നമ്മൾ വെച്ചേക്കുന്നത്. ഈ വിഷയമൊക്കെ മാറുമായിരിക്കും.
ഇപ്പൊ നമ്മുടെ ഇപ്പോൾ പെട്ടെന്ന് വേണ്ടത് ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തികമായിട്ട് ആവശ്യം, ഇതൊക്കെ എവിടെ നിന്ന് വരാനാ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കുറെ നാളായി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് ഒരനക്കവും ഇല്ല. ഇനിയിപ്പോ ഇതൊക്കെ നടക്കൂ? കാരണം നമ്മളെപ്പോഴും കർത്താവിനെ ലിമിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും ലിമിറ്റ് വെച്ചിട്ട്, അപ്പൊ നമ്മൾ അവിടെ ലിമിറ്റ് വെക്കാതെ എന്നാലേ നമുക്ക് ഒരിക്കലും ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും. അല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും, അതാ ഒരു വിശ്വാസി എങ്ങനെയൊക്കെ ആണെങ്കിൽ അവരൊരു വിശ്വാസി ആയിരിക്കും നമ്മുടെ ഹൃദയത്തിലെ ചിന്തയത്. അവരുടെ രൂപത്തിൽ എങ്ങനെയാണെങ്കിലും, അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയാണെങ്കിലും, ഹാലലിയ അവരുടെ ഹാലലിയ മേക്കപ്പ് പറ്റുക, ദൈവം കർത്താവ് പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുക, പുറമേ അല്ല നിങ്ങൾ നോക്കേണ്ടത്. ഹൃദയത്തിനകത്തേക്ക് ഇന്നലെ ആർക്കോ മോർണിംഗ് പ്രയർ കിട്ടിയ വചനം ഇതുമായിരുന്നു. എന്താ പറയാ, അകത്തോട്ട് പോകുന്ന ഒന്നും നിങ്ങളെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചിന്തകള് അതാണ് നമ്മളെ ചീത്തയാക്കുന്നത്, നമ്മളെ ദുഷിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് പറ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ് ദൈവം. അടുത്ത് പറയുന്ന കർത്താവ് പറയാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ, അല്ലെങ്കിൽ ഇനി ഒരു വാതിൽ തുറക്കുമെന്നല്ല. നമ്മളെല്ലാവരെ സംബന്ധിച്ച് ദൈവം അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേക്കുന്ന അങ്ങനെയാ, അതെല്ലാം പാസ്റ്റ് ടെൻസിലാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ ചെയ്തിരിക്കുന്നു. ഇത് നിങ്ങൾ അതിനെ കുറിച്ച് വിചാരപ്പെടണം. ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞ, നിനക്ക് വിചാരങ്ങൾ വരും, നിന്റെ ജീവിതത്തിൽ വിഷയങ്ങൾ വരും. പക്ഷേ നീ ഒന്ന് ആവശ്യകത നിങ്ങൾ ഹാലയില് എന്താ പറയാ, ഭയപ്പെടേണ്ട. അപ്പൊ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഹാലയിലുയ. എല്ലാ വചനത്തിലും കർത്താവ് നമുക്ക് ഉറപ്പ് അഷുറൻസ് തന്നിരിക്കുകയാണ്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട എന്നതിനാണ്. അപ്പൊ അതുപോലെ ഇവിടെ വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു. ഹാലയിലുയ. ആ വാതിൽ, ഏത് വാതിൽ, ഇപ്പൊ സുവിശേഷത്തിന്റെ വാതിലാണെങ്കിൽ, ആത്മീയ വാതിലാണെങ്കിലും, നമ്മുടെ ഭൗതിക നന്മകളാണെങ്കിലും സകലം ദൈവം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ഹാലയിലെ ഉച്ചകളുടെ പ്രകടന വരുത്തപ്രകാരം ഞാൻ എഴുതുമ്പോൾ ഞാൻ പറയും, ഹാലയിലെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്ക് വരാത്തപ്പോൾ നമുക്കൊരു നിരാശയും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും. ഇന്നലെ ഞാൻ പോയി എന്റെ ടെസ്റ്റ് ദിവസം അത് ടെസ്റ്റ് നടത്തിയപ്പോ ഞാൻ പ്രതീക്ഷിച്ച കണക്ക് റിസൾട്ട് വന്നില്ല. അപ്പൊ എനിക്കൊരു നിരാശയും വിഷമവും ഒക്കെ വന്ന്. ഹല്ലേലൂയ. അവിടെ പക്ഷേല് പിന്നെ ഞാൻ അപ്പോഴേക്ക് ഞാൻ പറയും, എന്റെ ജീവിതത്തിൽ എന്തൊരു നിരാശ കയറുന്ന ആദ്യം കർത്താവ് എന്നോട് ഇടപെട്ട വചനം എന്റെ തലയുള്ളിലേക്ക് കയറി. എന്താ, നിന്റെ തലയിൽ എത്ര മുടിയുണ്ടോ നീ അറിയുന്നില്ല, അതിൽ നിന്ന് താഴെ വേണം ഞാൻ അറിയും, അത് ഞാൻ എണ്ണി വെച്ചേക്കാന്ന് പറഞ്ഞപ്പോ ആ കർത്താവ് അറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും കർത്താവ് അറിയാതെ വരുത്തില്ലല്ലോ എന്ന് ഉള്ളിലേക്ക് കയറുമ്പോ, കിടക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയാ, ഓക്കെയാവും. എന്നാലും ഞാൻ പറയും, ഐ എം നോട്ട് ഹാപ്പി. എന്താ പറയാ, എനിക്കൊരു തൃപ്തിയില്ലായിരുന്നു. ലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇവിടെ കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. വളരെ ദേവദാസൻ ദുബായി വന്ന സമയത്ത് അദ്ദേഹം പ്രൊഫസി പറഞ്ഞു, എന്നോടും പറഞ്ഞു. പക്ഷെ എന്നോട് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പോയി കുറച്ച് കാശ് നഷ്ടമായി. ഒരു കാര്യം, ഒരു പേയ്മെന്റ്, ഒരു കാര്യത്തിന് പൈസ കൊടുക്കണോ വേണ്ടെന്ന് സംശയിച്ചിട്ടുള്ളൂ. കൊടുത്ത സിസ്റ്റർ അത് ഭയങ്കര തന്നു. ഞാൻ കൊണ്ട് കൊടുത്ത് 10-12 ദിറംസ് പോയി കിട്ടി. അത് പോയി കിട്ടാ വഴിക്ക് പോയി. ഹാലലുയ. പക്ഷെ പലരോടും പുള്ളി ദൂത് പറഞ്ഞു. എന്താ പറഞ്ഞത്, ഹാലലിയ അത് നടക്കും. പക്ഷെ ഇത് ഈ ആൾക്കാരിലെ അവിടെ നമുക്ക് കൂടുതൽ ആൾക്കാർ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അവരിത് ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിച്ച് അവരങ്ങ് ഭയങ്കരമായിട്ട് ഇതായി എല്ലാം പോയി. അപ്പം ഡേറ്റും ഡേ ഒക്കെ വെച്ചൊക്കെ പറയുക. പക്ഷെ 2-3 മാസം ഞാൻ പുള്ളി വീണ്ടും വന്നപ്പോഴത്തേന് ഇവരൊക്കെ ക്യൂ ആയിട്ട് ചെന്നത് ചോദിക്കാൻ തുടങ്ങി, പാസ്റ്റർ അന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല, ഇത് നടന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. അല്ല അപ്പൊ പാസ്റ്റർ ഒരു സിസ്റ്ററോട് പറയും, പുള്ളിക്കാരൻ എന്നോട് വന്ന് പറഞ്ഞതാണ്. സിസ്റ്ററോട്, സിസ്റ്റർ നിങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു വാതിൽ തുറന്ന് വെച്ചായിരുന്നു, പക്ഷേല് പിശാചു അത് പെട്ടെന്ന് അതങ്ങ് അടച്ചുകള എന്ന് പറഞ്ഞു. അവരെന്റെ അടുത്ത് വന്ന സംശയമുണ്ട്, സിസ്റ്ററെ കർത്താവ് ഒരു വാതിൽ തുറന്നു വെച്ചാ പിശാചിന് അടയ്ക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കർത്താവ് നമുക്ക് വേണ്ടി തുറക്കാനായിട്ട് തുറന്നു വെച്ച വഴികളുണ്ട്. പക്ഷെ ആ വഴികൾ നമ്മൾ കാണാതെ വണ്ണം അവൻ മറക്കുക, അല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് വിടാന്നുണ്ട് ഇല്ലാക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കലും അത് അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം തുറന്നു തന്നെ അടയ്ക്കാനായിട്ട് ഈ ലോകത്ത് ആർക്കാ പറ്റുന്നത്? ആർക്കും പറ്റും. പിന്നെ ആർക്കും പറ്റാൻ നമുക്ക് പറ്റും വേണമെങ്കിൽ അത് അടപ്പിച്ച് കളയാനായിട്ടൊക്കെ. ഹാലേലി. അല്ലാതെ ആർക്കും പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രവൃത്തി കാണണം, നമ്മുടെ ഹാലേലിയ പോക്ക് കാണണമൊക്കെ ചിലപ്പോൾ അത് നമുക്ക് വേണ്ടി അത് അടയ്ക്കാൻ പറ്റത്തില്ല.
അല്ലെ നമുക്കത് കാണാതൊണ്ണം അല്ലെ നമ്മുടെ കണ്ണിൽ ഇത് കാണാതൊണ്ണം മറഞ്ഞു കളയാൻ പറ്റും. നമ്മൾ ഹാഗാർ കരഞ്ഞപ്പോൾ അല്ലെ കർത്താവ് പുതിയ നീരുറവയൊന്നും കൊണ്ടത് അറിഞ്ഞു അവിടെ തന്നെ ഇരിക്കുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ തക്കണം അവളുടെ കണ്ണ് തുറന്നു എഴുതേക്കും അല്ലെ. അതാണ്. അപ്പൊ നമ്മുടെ കണ്ണിനെ അടയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മുടെ പ്രവൃത്തി കാരണം നമ്മുടെ അന്ധത കാരണമൊക്കെ നമുക്ക് കാണാം. പക്ഷേ കർത്താവ് തുറന്നത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അതിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ചത് മറച്ചു വെക്കാനൊക്കെ പറ്റുമായിരിക്കും. ഹാലയില്ല. അല്ലെ നമ്മുടെ കണ്ണിൽ വരുന്ന ഇരുട്ട് കാരണം നമുക്കത് കാണാൻ കഴിയാതെ വന്നേക്കും. അല്ലെ അന്നങ്ങനെ പറഞ്ഞു ഹാലയില്ല. അപ്പൊ ഇത് ഓരോരുത്തരും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വിടുതങ്ങളൊക്കെ കേട്ട് വിശ്വസിക്കില്ല. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വാതിൽ നിനക്ക് തുറന്ന് വെച്ചിരിക്കുന്നു. ഹാലയില്ല. അവിടെ പറയുന്നത് ആമേൻ, അത് ആർക്കും അടച്ചുകൂടാ. ഞാൻ തുറന്നു കണ്ടേ ഇങ്ങനെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. എന്ത് വാതിലാണെങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി തുറന്നാൽ അല്ല അതടയ്ക്കാൻ ആർക്കും കഴിയും. നിങ്ങളുടെ കോളിംഗ് മിനിസ്ട്രിയിലേക്ക് കർത്താവ് ഒരു വിളിച്ചു കഴിഞ്ഞാൽ അല്ലെ നമ്മൾ നോക്കും ചിലപ്പോൾ കുടുംബ പാരമ്പര്യമോ അല്ലെ പറയാനായിട്ട് മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ കർത്താവ് തുറന്നു തന്നതാണെങ്കിൽ ആരൊക്കെ എത്രയൊക്കെ വിചാരിച്ചത് അടയ്ക്കാൻ പറ്റത്തില്ല. ഹാലയിലിയ. കാരണം തുറന്ന പിന്നെ പറഞ്ഞ അടുത്തിരുന്ന് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത്. ഹാലേലിയ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹാലേലിയ. അവിടെ പറഞ്ഞ അടുത്ത അല്പമേ ശക്തിയുള്ളൂ. അപ്പൊ നമ്മുടെ ശക്തി ദൈവത്തിന് വേണ്ട. കാരണം അല്ലെ പൗലോസിനെ പറഞ്ഞ പോലെ പൗലോസ് പറഞ്ഞ് എന്താ പറയാ, എന്റെ കൃപ നിനക്ക് മതി. എന്താ പറയാ, എന്റെ കൃപയുണ്ടെങ്കിൽ അല്ലെ കൃപ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ കൃപയെന്ന് വെച്ചാൽ നമുക്ക് അർഹതയില്ലാത്തിടത്ത് നമുക്ക് വേണ്ടി വ്യാപരിച്ച ദൈവകൃപ. ഹാലെ നമ്മുടെ അർഹതയെ നമ്മുടെ യോഗ്യതയെ നമ്മുടെ ക്വാളിറ്റീസ് ഒന്നും നോക്കിയിട്ടില്ല ദൈവത്തിന്റെ കൃപ നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. അത് ഗ്രേസ് ആണ്. അത് നമുക്ക് വേണ്ടി ഹാലെ എന്നും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശക്തി ഇല്ലെങ്കിൽ പോലും അല്ലെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞ പോലെ പറഞ്ഞു എന്നെ ശക്തനാക്കുതൻ മുഖാന്തരം സകലത്തിനും മതിയായെന്ന് പറഞ്ഞ പോലെ. അപ്പൊ പറയും നിനക്ക് അല്പമേശ. അപ്പൊ നമുക്ക് ശക്തി നമ്മൾ ചിലപ്പോഴൊക്കെ പറയത്തില്ല, ഓ നമുക്ക് അതിനുള്ള പലവിടെ പറയാൻ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ സിസ്റ്ററെ, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഹാലയില്ല. എനിക്കതുപോലെ കൃപാവരങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ അല്ലെന്നേ, ഇതൊക്കെ ഇല്ല ശരിയായിരിക്കും. പക്ഷേല് നമ്മൾ അതിനു വേണ്ടി വായ തുറക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് ദൈവം തരും. കാരണം നമുക്ക് നമ്മുടെ ശക്തി ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷത്വമാരെ തിരഞ്ഞെടുത്ത് ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലമില്ലാത്ത തിരഞ്ഞെടുത്ത്. കാരണം ദൈവത്തിന്റെ മഹത്വം അവിടെ തന്നെ വിളങ്ങണമെങ്കിൽ നമ്മുടെ ശക്തി വേണ്ട. അപ്പൊ ഇവിടെയും പറയാം നിനക്ക് അല്പമേ ശക്തി, പക്ഷെ നീ ഒരു കാര്യം ചെയ്തു. അല്പമേ ശക്തി ഉള്ളെങ്കിൽ അടുത്ത പറയുന്നേ നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം കാത്തു എന്ന് വെച്ചാൽ നമുക്ക് ശക്തിയൊന്നും വേണ്ട, നമുക്ക് കഴിവോ വലിയ വിദ്യാഭ്യാസമോ യോഗ്യത ഒന്നും വേണ്ട. പക്ഷേ ദൈവത്തിന്റെ വചനം കാത്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ അത് മുറുകെ പിടിക്കുന്നവരാണ്. ഹാലേലിയ. നമുക്ക് ഇവിടെ WMA ഹാലേലിയ PhD ഒക്കെ ഉള്ളവരെ കാട്ടി നന്നായിട്ട് ഹാലേലിയ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർ വചനം പറയും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വചനത്തിൽ നിൽക്കുന്നത് കൊണ്ടാ. ആ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കൃപയാ അത്. ഹാലേലിയ. കാരണം നിന്റെ ശക്തിയും ബലവും നിന്റെ വിദ്യാഭ്യാസം നിന്റെ കുടുംബമയും നിന്റെ സമ്പത്തും ഒന്നും വേണ്ട. ഹാലെ ഒറ്റ കാര്യം നീ ചെയ്താൽ നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിശ്ചയിച്ച് എവിടെയാണെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിനെ ഏറ്റു പറയാനായിട്ട് ഏത് പ്രതിസന്ധി നിൽക്കുമ്പോഴും ഏത് വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാനൊരു ബോൺ അഗെയിൻ ആണെന്ന് പറയാനായിട്ട്, ഞാൻ കർത്താവിന്റെ ഹാലയിലെ മകളാണെന്ന് അല്ലെങ്കിൽ കർത്താവിന്റെ ഹാലയിലെ ഒരു വിശ്വാസി എന്ന് പറയാനായിട്ടുള്ള അഭിമാനത്തോടെ പറയാനുള്ള കാണിക്കണം. പല ആൾക്കാർക്കും പലയിടത്തും ചെല്ലുമ്പം പെന്തക്കോസ്ത് എന്ന് പറയാൻ ഞാൻ പറയാം. എന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ഷേർലി സിസ്റ്റർ ഒക്കെ പോകുന്ന ചർച്ചില് സോറി ഷേർലി സിസ്റ്റർ നമ്മുടെ ബീന സിസ്റ്റർ ഒക്കെ പോകുന്ന ചർച്ചിന്റെ പാസ്റ്റർ അന്ന് മരിച്ച പാസ്റ്റർ അനിയനൊക്കെ പണ്ട് എന്നോട് പഠിക്കുമ്പോഴേ ഒരു പെന്തക്കോസ്ത്, പക്ഷെ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ അടുത്ത സമയത്ത് അന്നേരം അറിയുന്ന ഇത് വിനോയുടെ ബ്രദറാണെന്നൊക്കെ അറിയുന്നതന്നെ. അന്നേരം ഇത് പെന്തക്കോസ്റ്റിലാണ് ഹാലയിൽ. കാരണം വെച്ചാൽ അവരാരും നമ്മളോട് പറഞ്ഞു, പണ്ട് ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ അത് പറയാനിട്ട് ഹാലയിൽ എന്താ പറയാ നാണക്കേടായിരുന്നു. പക്ഷെ നാണക്കേടല്ലെന്ന്, ഇത് പലർക്കും കോടിക്കണക്കിന് ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയെന്ന അല്ലേ. നമ്മുടെ യോഗ്യത വല്ലതാണോ ഇതിനകത്ത് വന്നിരിക്കുന്നത്? പലരും പുച്ഛത്തോട് പറയുമ്പം നമ്മൾ അഭിമാനത്തോടു കൂടെ തന്നെ പറയണം. കാരണം എന്താ, കർത്താവ് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് ഞങ്ങള്, അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹിമയോ നമ്മുടെ പ്രവൃത്തിയുടെ ഫലം ഒന്നുമല്ല. ദൈവത്തിന് ദയ തോന്നി
ചേറ്റിൽ കിടന്ന് നമ്മൾ ഹാലയിൽ എന്താ പറയാ, കുപ്പത്തൊട്ടി പോയി കിടക്കേണ്ടതായിരുന്നു നമ്മൾ. അവിടെ കിടന്നത് അവിടെ നിന്നൊക്കെ പൊക്കി എടുത്തതാ ദൈവം. ഹാലയിലൂയ, ആമേൻ. കർത്താവിന്റെ വചനത്തിൽ പറയുന്ന കണക്ക് കുശവന്റെ കരം നമ്മളെ തേടി വന്നതാ. ഹാലയ, ആ കരം കൊണ്ട് അമ്മയെ പണിഞ്ഞ് ഓരോ ദിവസവും നമ്മൾ ഹാലയ ആമയെ പണിഞ്ഞ് 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 കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതിനാണ് ഏറ്റവും, ഞാൻ പറയാം, ഈ ലോകത്തിൽ ഏറ്റവും വലിയ നന്മ നമുക്ക് ലഭിച്ച ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹാലയ അബ്ബാ പിതാവ് എന്ന് വിളിക്കും പുത്രത്വത്തിന് ആത്മാവിനെ നമുക്ക് നൽകുക തന്നെയാണ്. മറ്റുള്ളവർക്കൊക്കെ പല നമ്മൾ നോക്കുമ്പോൾ അവർക്കൊക്കെ പല ശ്രേഷ്ഠമായ പല കാര്യങ്ങളൂടെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അവരെക്കാട്ടി എല്ലാം ഭാഗ്യവാന്മാരാകുന്നത് നമ്മൾ തന്നെയാണ്, ബ്ലസ്ഡ് നമ്മൾ തന്നെയാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഏത് പ്രതിസന്ധി കൂടെ പോയാലും ഏത് പ്രതികൂലത്തിൽ കൂടെ പോയാലും നിങ്ങളെ സഹായിക്കാൻ വരുന്നത് ഈ ഭൂമിയിൽ ആരില്ല. പണ്ട് ഒരു പണ്ടൊരു ദൈവദാസൻ പറഞ്ഞൊരു സ്റ്റോറിയാണ്. 3-4 ഈ പെൺകുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ പെൺമക്കളാണല്ലോ എപ്പോഴും അപ്പന്മാരെയൊക്കെ പൊക്കി പറയുന്നത്. ആൺപിള്ളേർക്ക് സുഖമല്ല. അവരെല്ലാവരുടെ ഒരു മരത്തിന്റെ ചൂട്ടിൽ നിന്ന് അവരുടെ അപ്പന്മാരെ കുറിച്ച് പറയുക. അപ്പം ആ കൂട്ടത്തിൽ ഒരു പാസ്റ്റർ ഉണ്ട്. പുള്ളി പയ്യെ മരത്തിന്റെ പുറകിൽ ചെന്ന് നിന്നിട്ട് ഈ കൊച്ചുങ്ങൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പൊ ഒരു കൊച്ചൊരു എൻ്റെ അപ്പൻ ഈ ഡിസ്ട്രിക്റ്റിന്റെ കളക്ടറാണ്. അപ്പൊ ഈ ഡിസ്ട്രിക്റ്റിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പം പറയുന്ന കണക്കേ നടക്കത്തുള്ളൂ. അപ്പൊ ഒരാൾ പറഞ്ഞു, അടുത്ത ആൾ പറഞ്ഞു, എൻ്റെ അപ്പൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ സ്റ്റേറ്റിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും എൻ്റെ അപ്പം പറഞ്ഞ് നടക്കത്തുള്ളൂ. അടുത്ത ആൾ പറഞ്ഞു, എൻ്റെ അപ്പൻ അങ്ങ് നിങ്ങൾക്കൊക്കെ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഒക്കെ എൻ്റെ അപ്പൻ അങ്ങ് പാർലമെന്റിലെ ആളാണ്. അപ്പം അതുകൊണ്ട് അവിടെ എന്ത് കാര്യങ്ങളാണെങ്കിലും എൻ്റെ അപ്പൻ അവിടെ പിടിയൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പം പറയുന്ന കണക്കൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ അടുത്ത ആള് ഒരു പാസ്റ്റർ മോള നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അപ്പന്മാരെ കുറിച്ച് പറയുന്നതൊക്കെ ഉണ്ടാകും. പക്ഷെ എൻ്റെ അപ്പന് ഇവിടെ ഒന്നും അല്ല പിടി. അങ്ങ് ഈ സർവ്വ ലോകത്തിന്റെ സർവ്വ സൃഷ്ടിയുടെ അധിപതിയായ സർവശക്തനായ ദൈവത്തിന് ഈ ഭൂമിയിൽ ഈ വേൾഡിൽ എന്ത് നടക്കണമെന്ന് ആ ദൈവം തീരുമാനിക്കും. ആ ദൈവമായിട്ട് എൻ്റെ അപ്പന് കണക്ഷൻ. എൻ്റെ അപ്പൻ എപ്പോഴും സംസാരിക്കുന്നത് ആ ദൈവത്തോടാണ്. അന്ന് ആ കുഞ്ഞ് പറഞ്ഞതുപോലെയാണ് നമുക്കും പറയാൻ പറ്റുന്നത്. കാരണം ഈ ഭൂമിയിലെ ആരൊക്കെ എത്ര വലിയ പൊസിഷൻ ഇരിക്കുന്നറിയാം. അതിനെക്കാട്ടിയൊക്കെ രാജാക്കന്മാരെ വാഴിക്കുകയും അവരെ താഴെ ഇറക്കുകയും ചെയ്യുന്ന, ഓരോരുത്തർ സിംഹാസനം ഇരുത്തുകയും അവിടുന്ന് മാറ്റുകയും ചെയ്യുന്ന സർവശക്തനാ ദൈവവുമായിട്ട് നമുക്ക് കണക്ഷൻ ഉള്ളതെങ്കിൽ അത് നമ്മൾക്ക് പറയാനായിട്ട് അഭിമാനം ഉണ്ടാകണം. മറ്റുള്ളവരെ ആരുടെ മുമ്പിൽ നമ്മൾ ചെറുതല്ല. ആരുടെ മുമ്പിൽ നമ്മൾ അയോഗ്യരല്ല. നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആരുമായിട്ടാണെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ വന്ന് പറഞ്ഞ വചനത്തിനകത്ത് 3-4 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം പലരെ കുറിച്ചും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അവരുടെ പ്രവൃത്തി അറിഞ്ഞ ദൈവരെ അവരെ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ കാര്യം നമ്മൾ നോഹയെ കുറിച്ച് അത് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം നോഹയെ കുറിച്ച് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, അതാണോ? നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കരുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ആമേൻ, സ്തോത്രം. നോഹയെ കുറിച്ച് ദൈവം പറയുന്നത്, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞ ദൈവം നോഹയെ കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞു. നമ്മളെ കുറിച്ച് ഓരോരുത്തർക്കും ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ദൂതന്മാരോടും അവിടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്നവരോടൊക്കെ ദൈവം ഇങ്ങനെ പറയുന്നുണ്ടാവും, അല്ലേ? പറയുന്നുണ്ടാകത്തില്ലേ സാറാമ സിസ്റ്ററെ? പറയുന്നുണ്ടാവും. അല്ലല്ലോ, കർത്താവ് നമുക്ക് സ്വർഗത്തിലെ ദൈവം ഭയങ്കര അഭിമാനത്തോടു കൂടിയാ നമ്മളെ ഓരോരുത്തരെയും ദൂതന്മാരുടെ മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അതപ്പം അപമാനമാകാനായിട്ട് നമ്മൾ ഇടയാക്കാതിരിക്കണം. നോക്കെന്റെ മോള് കർത്താവ് ഭയങ്കര ഭയങ്കര അഭിമാനത്തോടെ അത് പറയുന്നത്. ഇവിടെ പറയും, ഞാൻ നിന്റെ പ്രവൃത്തി. നമ്മൾ ഇന്നലെ ജോഷിയുടെ പുസ്തകം ഇങ്ങനെ വീണ്ടും ഇത് വായിക്കണ്ടേ? ആ ജോഷിയുടെ പുസ്തകത്തിൽ ആഹാൻ പോയിട്ട് ആ ശപഥ അർപ്പിത വസ്തുക്കൾ എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുവന്ന് വെച്ചത്. അവിടെ യുദ്ധം നടക്കുമ്പോൾ ചെറിയൊരു പട്ടണത്തോളം അവർ തോറ്റുമ്പോ അവര് എല്ലാരും പോയിട്ട് അതിന്റെ മുമ്പിൽ പോയി കിടന്ന് കുഴിവാരിയിട്ടും വസ്ത്രം കീറിയും കരിഞ്ഞ് നിലവിളിക്കാൻ ദൈവം ചോദിക്കുന്നത്, എന്തിനാ നീ കരയുന്നത്? എന്തിനാ? ശുദ്ധീകരിക്കേ.
ഓരോരുത്തരെ കുലം കുലമായി, ഗോത്രം ഗോത്രമായി, കുടുംബം കുടുംബമായി വിളിച്ച് ഹാലലിയ നോക്ക്. ഹാലലിയ അവിടെ ഹാലലിയ കണ്ണു തരാം. അപ്പം ആ ഒരു കാര്യം ഹാലലിയ ചെയ്തൊരു അത്രയും അത്രയും എനിക്ക് എപ്പോഴും ആ ഒരു വിഷൻസ് ഹാലലിയ എനിക്ക് ആ എരിഹോ പട്ടണം ഹാലയ താഴെ വീഴുന്നു, ആൾക്കാരെല്ലാം ഹാലലിയ ഓടുന്നവർ പോകുന്നു, വെട്ടുന്നു, കൊല്ലുന്നു, ഹാലലിയ അവിടെ എല്ലാം ആ അത്രയും യുദ്ധം പോലെ നടക്കും. അത്ര ലക്ഷക്കണക്കിന് ജനം ആയിരിക്കും ഇടയ്ക്ക് ഒരുത്തം പോയിട്ട് അടിച്ചു മാറ്റിയത്. അല്ലേ, ഞാൻ നിന്റെ നമ്മൾ വിചാരിക്കും ഓ ഇത്രയും തിരക്കൊക്കെ അല്ലേ, ഇത്രയും ആൾക്കൂട്ടൊക്കെ അല്ലേ. ചില ആൾക്കാരൊക്കെ പറയും ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ കാര്യമെല്ലാം ദൈവത്തിന് നോക്കാനുള്ള, നിങ്ങളുടെ കാര്യം മാത്രം ദൈവത്തിന് എപ്പോഴും കേൾക്കാൻ പറ്റും, എപ്പോഴും പ്രാവശ്യമുണ്ട്, നിങ്ങളുടെ കാര്യം മാത്രമേ കേട്ടാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ കേൾക്കും, വെറുതെ എന്തിനാ സമയം കളിച്ചിരിക്കും. ഞാൻ പറയും എത്ര കോടിക്കണക്കിന് ജനമുണ്ട്, ഞാനൊന്ന് അപ്പ എന്ന് വിളിച്ച കർത്താവ് എന്നെ അപ്പ തന്നെ നോക്കും. ഹാലയിലെ അപ്പ തന്നെ തിരിച്ച് വിളി കേൾക്കും. ഹാലയിലെ നമ്മൾ പറയുന്നത് അതുപോലെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നൊരു ദൈവമാണ്. ഹാലൂയ. നമ്മുടെ ദൈവത്തെ കഥ പറഞ്ഞ ദൈവത്തെ കുറിച്ച് ലിമിറ്റ് ചെയ്യാൻ നമുക്ക് മനുഷ്യന് ചിലപ്പോൾ സമയത്ത് ഒരാളെ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളായിരിക്കും, അല്ലേ? നമ്മുടെ ഒരു 10 പേര് ഇരുന്നാൽ പോലും ഒരാൾ പറഞ്ഞ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ 10 പേർ ഒന്നിച്ച് സംഭവം നിർത്ത് ഒരാൾ പറ, അല്ലേ? കാരണം എന്താ പറയാ നമുക്ക്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന്റെ ചെവി എന്ന് പറയുമ്പോഴത്തേന് ഹാലേ ലൂയ, ആമേ സ്വർഗത്തെ സിംഹാസനമാക്കി ഭൂമിയെ പാതപിടമാക്കി ആ ദൈവത്തിന്റെ വലിപ്പത്തെ നമ്മളൊന്ന് കാണുമ്പോൾ ദൈവത്തിന്റെ കാതുകളെ ശക്തിയും നമ്മൾ അറിയണം. ഹാലയില് കോടിക്കണക്കിന് ജനം ഹാല ഒരു കാക്ക കുഞ്ഞ് കരഞ്ഞാൽ പോലും അതിനെ തിരിച്ചറിയുന്ന ദൈവമാണ്. എന്തിനാ അത് കരയുന്നതെന്ന് അറിയുന്ന ദൈവം ഹാലെ. അതിനും ഭക്ഷണവും ആമേ ഹാലെ വെള്ളവും ഒക്കെ സമയത്ത് കൊടുക്കുന്ന ദൈവം ഹാലെ. ആ ദൈവത്തെ അറിയാത്തവരായി പറയുന്ന നിങ്ങൾ പ്രാർത്ഥിച്ച എപ്പോഴും പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്ന് ചോദിക്കുന്നത്. ഹാലെ ദൈവത്തിനെ ലിമിറ്റ് ചെയ്യാം. നമ്മുടെ ഒരു ഞരക്കം പോലും ഹാലെ കർത്താവ് അറിയുമെന്നല്ല. ഇവിടെ നോഹയെ കുറിച്ച് പറയുന്നു. നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. ഹാലെ ഒന്നിനെ പലച്ച് വചനത്തിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാലെ ഉൽപ്പത്തി പുസ്തകം അടുത്ത അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാലെ അബ്രഹാമിനെ കുറിച്ച് നീ ബഹുജാതികളുടെ പിതാവാകും എന്നൊക്കെ കർത്താവ് പറയുന്നത് പലയിടങ്ങളിൽ അബ്രഹാമിനോട് സംസാരിക്കുന്നുണ്ട്. ഹാലൂയ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യോസെഫിനെ അറിയാം. യോസെഫിനെ കുറിച്ച് ദൈവം പറയുന്ന കാര്യം യോസെഫ് പറയുന്നത് യോസെഫിനെ സഹോദരന്മാർ, ഞാൻ വാചനഭാഗം എടുക്കുന്നില്ല, സമയം ഒത്തിരി മുമ്പോട്ട് പോകാം. ദൈവം സഹോദരന്മാർ വിറ്റ് കളഞ്ഞ് എന്നിട്ട് അവിടെ പോയി ഹാലലി അവിടെ അവിടെ ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ച് യോസഫ് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയപ്പോൾ സഹോദരന്മാരെ കാണുമ്പോൾ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ് അതിനുശേഷം അവരുടെ മുമ്പിൽ അവരെ വെളിപ്പെടുത്തുമ്പോൾ അവർ പേടിച്ചു പോവുക ചെയ്യുന്നത്. ഹാലേലിയ. പക്ഷെ അപ്പോഴും യോസേഫ് പറയുന്ന കാര്യമുണ്ട്. യോസഫിന്റെ ഒരു ക്യാരക്ടറാണ് ദൈവം പറയുന്നത്. അതാണ് ദൈവം ആ യോസഫിനെ മുന്നമേ അറിഞ്ഞത് കൊണ്ടാണ് ജോസഫിന്റെ മേൽ അങ്ങനെ ഒരു കോളിങ് വന്ന്. അല്ലെങ്കിൽ അന്നേരം നീമാരെന്നെ അങ്ങനെ അന്ന് ചെയ്തതല്ലേ, നിങ്ങൾ എങ്ങനെ ചെയ്ത് എന്നല്ല പറഞ്ഞത്. ഹാലേലിയ. ദൈവം എന്നെ മുന്നമേ ഇവിടേക്ക് അയച്ചു. ഹാലേലിയ. എല്ലാവർക്കും നന്മയായി ദൈവം എന്നെ മുന്നമേ അയച്ചു. ഹാലേലിയ എന്ന് പറയത്തക്ക രീതിയിൽ ഹാലേലിയ യോസഫിനെ ദൈവം അറിഞ്ഞു. അപ്പൊ യോസഫിനെ കുറിച്ച് അവിടെ ഓരോ ഭാഗത്ത് എഴുതുമ്പോൾ ദൈവം നമ്മളെ അറിയുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ചു പറഞ്ഞു, ഉത്കൃഷ്ട മാനസന. ഹാലേലിയ. എക്സലന്റ് സ്പിരിറ്റ് എന്ന് തന്നെ എഴുതി. അപ്പൊ അവിടെ ഹാലേലിയ ദാനിയേലിനെ കുറിച്ച് ദൈവത്തെ അറിയാമായിരുന്നു ദാനിയേൽ എന്താണെന്ന്. അപ്പൊ ദൈവം അറിഞ്ഞ ഓരോരുത്തരും ഓരോ പൊസിഷനിലേക്ക് ഇരുത്തുന്നത്, ഓരോ കാര്യങ്ങൾക്ക്. രൂത്ത് അമ്മായിയമ്മയെ ഹാലേലിയ ഓപ്പ അമ്മായിമ്മയെ ചുംബിച്ച് പിരിഞ്ഞപ്പോൾ രൂത്ത് അമ്മായിമ്മയുടെ കൂടെ പറ്റി നിന്ന രൂത്ത്. ഹാലേലൂയ. അപ്പൊ രൂത്തിന് ഹാലേലിയ. അപ്പൊ ഇവിടെയൊക്കെ നമുക്കറിയാൻ പറ്റും ദൈവം അറിഞ്ഞവരെ കുറിച്ച് വേദപുസ്തകത്തിൽ ദൈവം ഹാലേലിയ അവരെ എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരെ കുറിച്ച് പറയാം, രൂത്തിനെ കുറിച്ച്. അപ്പം ജോസഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യോബിനെ കുറിച്ച് യോബിന്റെ ജീവിതത്തിൽ എല്ലാം വന്നപ്പം നഷ്ടപ്പെട്ട് കഴിയുമ്പോ സകല മനുഷ്യരും സ്വന്തം ഭാര്യ വരെ യോബിനെ തള്ളി പറഞ്ഞിട്ടും ഹാലേലിയ ആ ഇയ്യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് ഇന്നും നമ്മൾ പ്രസംഗിക്കുക. ഇയ്യോബിന്റെ പുസ്തകം വായിക്കാൻ നമുക്ക് ഭയങ്കര ആശ്വാസം. ഹാലേലിയ. കാരണം വെച്ചാ എത്ര കഷ്ടതക്കിടപ്പല്ലേ ഇയ്യോബിനെ ദൈവം മാനിച്ചല്ലോ. ഹാലേലിയ. ഇരട്ടിപ്പായ. അപ്പൊ ഇത് കാരണം എന്തുകൊണ്ടാ അത് ഇയ്യോബിന്റെ ഹാലേലിയ ആ ദൈവം ഇയ്യോബിനെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പിശാചിന്റെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തത്. പിശാചി പോയിട്ടാണ് ഇയ്യോബിനെ ചോദിച്ചൊന്നുമില്ല. യഥാർത്ഥം നമ്മൾ വായിക്കാൻ മനസ്സിലാവും. ഹാലേലിയ. പിശാചി കൂടാതെ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിന്നു. ദൈവം അങ്ങോട്ടാ കഴിച്ചേ, നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോന്ന്. പിശാചി എന്ന് പറഞ്ഞു, കർത്താവ് ഞാൻ ഇയ്യോബിനെ കണ്ടായിരുന്നു, അവനെ കുറച്ചു കാലത്തേക്കൊന്ന് വിട്ടുതാ, ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല. ഹാലേലിയ. അവിടെ ചെന്നിട്ട് നിൽക്കുമ്പോ പിശാചിന് ദൈവം എടുത്തിടുക ഇയ്യോബിന്റെ കാര്യം. നീ ദൃഷ്ടി വെച്ചോ. ഹാലേലൂയ. ശരി എടുത്തോ. ഇതുപോലെ പറയണമെങ്കിൽ നമ്മളെ കുറിച്ചൊക്കെ ഇതുപോലെ എന്താ ഇട്ടുകൊടുക്കണമെങ്കിൽ ദൈവത്തിന് ആ കോൺഫിഡൻസ് ഉണ്ടാകണം.
ഹാലേലൂയ. അതാണ് ദൈവം അറിഞ്ഞവൻ. ദൈവത്തെ നിന്റെ പ്രവൃത്തി അറിയുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നാൽ നമുക്ക് ഒത്തിരി പേരെ കാണാൻ പറ്റും. നമുക്ക് ആദ്യമായിട്ട് മറിയയുടെ ഹസ്ബൻഡ് യോസഫിനെ നമുക്ക് എടുക്കാം. യോസഫിനോട് ദൈവം മറിയ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആ യോസഫിനെ കുറിച്ച് ദൈവത്തിന് അറിയാതെ ഞാൻ പറഞ്ഞ യോസഫ് തള്ളിക്കളയത്തില്ല. ദൈവം അതും സ്വപ്നത്തിൽ മാത്രം പറഞ്ഞു, ദൂതനെ പോലും അയച്ചില്ല. എന്നിട്ടും യോസഫ് ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു സകലതും. ഹാലേലൂയ. മറ്റേ അഴിമത്യക്കാരന്റെ യോസഫിനെ നമുക്കറിയാം. ഒരു കല്ലറ പുതിയ കല്ലറ ഉണ്ടാക്കി വെച്ചേക്ക്, ആരെയും വെച്ചിട്ടില്ല ഇതുവരെ. കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി അതങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായ ഒരു ജോസഫ്. ഹാലേലിയ. അവിടെ ഹാലേലിയ. നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം ഇപ്പം നമുക്കൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വല്യപ്പനൊക്കെ മരിക്കുന്നതിന് മുമ്പ് കല്ലറ കെട്ടിയിട്ട് ഇങ്ങനെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് കല്ലറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ അല്ലക്കട കളർ അച്ഛന്മാരും ഒരു കളിയൊക്കെ ആളില്ല കല്ലറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭാഷകൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികളുടെ ഒക്കെ ചർച്ചില് കല്ലറയുടെ പൊസിഷൻ നോക്കിയ ആൾക്കാരുടെ സാമ്പത്തികവും മറ്റേ പേരും ഒക്കെ നോക്കണ്ട. ഏറ്റവും ഫ്രണ്ടിൽ കയറുന്ന കല്ലറയ്ക്ക് കൂടുതൽ കാശ് പുറകോട്ട്. അങ്ങനെ അല്ലാത്തവർക്ക് വെറും കുഴി ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ സിസ്റ്റം ഒക്കെ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നല്ലേ. അപ്പൊ ഇതുപോലെ പക്ഷെ അവിടെ അന്നത്തെ കാലത്ത് യഹൂദന്മാർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ ആരെയും വെക്കാത്ത കുടുംബ കല്ലറ എല്ലാവരും വെക്കുന്നത്. പക്ഷെ ഇത് ആരെയും വെക്കാത്ത പുതിയ കല്ലറ അവരുടെ കുടുംബത്തിലേക്ക് ചിലപ്പോൾ കരുതിയതായിരിക്കും. ഹാലേലൂയ. പക്ഷെ അത് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത ഹാലേലൂയ. അപ്പൊ കർത്താവിന് ഇത് അറിയായിരുന്നു നേരത്തെ ജോസഫ് വരുമെന്നും. ഹാലേലിയ. ഇതൊക്കെ ചെയ്യുന്നുള്ള കാര്യം. അതുപോലെ നമ്മൾ സക്കായിയെ കാണുന്നു. സക്കായി ദൈവത്തെ അറിഞ്ഞു കാണുന്ന സമയത്ത് എന്താ പറയാ, അമിതമായി നേടിയതെല്ലാം തിരിച്ചു കൊടുക്കാൻ കാണിച്ച മനസ്സ്. അങ്ങനെ ഒത്തിരി പേരെ കുറിച്ച് ദൈവം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല ഒരു ശമരിയാക്കാരിയായ മറ്റേ സാരാഭത്തിലെ വിധവയെ കുറിച്ച് കാണുകയാണെങ്കിൽ നമുക്കറിയാലേ, ആകെപ്പാടി ഇപ്പം മാവ് ഇത്തിരി എണ്ണ പക്ഷെ അതിൽ നിന്നും ദിവസം ഒരാടെ കൊണ്ട് കൊടുക്കാൻ അന്നത്തെ വെള്ളമൊന്നും ഇല്ലാത്തത് വെള്ളം കൊണ്ട് കൊടുക്കാനൊക്കെ കാണിച്ചു. അപ്പൊ ഇതാ പറയുക, ഓരോരുത്തരെ അറിഞ്ഞിട്ടാ ദൈവം ഓരോരുത്തർ. എന്തിനാ എലിയാവർ ഇത്രയും വേശകത പറഞ്ഞത്? ഇത് ഒരുപാട് വിധവമാരുണ്ടായിരുന്നു. പക്ഷെ സാരാഭത്തിലെ വിധവയ്ക്ക് എന്തിനാ അയച്ചത്? കർത്താവിനെ അറിയാമെന്ന് ഓരോരുത്തരും. നമ്മളെയൊക്കെ ഉള്ളതുപോലെ ശരിക്കും പറഞ്ഞ അറിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ദൈവമാണെങ്കിൽ ഹാലേലിയ. അപ്പൊ ഇവിടെയെല്ലാം നമ്മുടെ പ്രവൃത്തി അറിയുന്നവനാണ് ഹാലേലിയ. ആ പ്രവൃത്തി അറിയുന്ന നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് കർത്താവ് പറഞ്ഞാൽ അവരോട് പറഞ്ഞ ആ സഭയോട് പറയുന്ന പോലെ ഹാലേലിയ. ഇവിടെ പറയുന്നത് നിന്റെ പ്രവൃത്തി ഫിലാദെൽഫിയയുടെ സഭയുടെ അപ്പൊ അവിടെ പറയുന്നത് നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്കല്പം നിന്റെ ശക്തിയൊന്നും എനിക്ക് വേണ്ട. നിന്റെ പ്രവൃത്തി നല്ലതാണെങ്കിൽ, നീ എന്റെ വചനം കാക്കുമെങ്കിൽ, നീ എന്റെ നാമം നിഷേധിക്കാതിരിക്കുമെങ്കിൽ, നീ ആടെ മുമ്പിൽ എന്നെ ഏറ്റു പറയാനുള്ള മനസ്സ് കാണിക്കുക, നിന്റെ പ്രവൃത്തി നിനക്ക് ശക്തിയൊന്നും വേണ്ട, നിനക്ക് കഴിവൊന്നും വേണ്ട. നിന്റെ കൂടെ ഞാൻ നിൽക്കും. മോശയോട് പറഞ്ഞ പോലെ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പം എന്തായിട്ടും നിനക്ക് ഞാൻ വേണ്ട, അതായിട്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കും. നമ്മൾ ഒരാൾക്ക് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ ഒരു സൗഖ്യമാകുന്നെങ്കിൽ നമ്മുടെ കഴിവിലല്ല സൗഖ്യമാകുന്നത്. നമ്മുടെ വാക്കിനോടൊപ്പം ചലിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ് അവരെ തൊടുന്നത്. ഹാലേലൂയ. നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടും. അതുപോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഉദ്ദേശ ഫലം എന്റെ ഇടക്കിലേക്ക് മടങ്ങി വരുന്നത്. നമ്മൾ ഒരു വാക്ക് പറഞ്ഞ ഒരു കല്ലും മാറത്തില്ല, ഒരു മലയും മാറത്തില്ല, ഒരു ഭൂതവും പോകത്തില്ല. പക്ഷേങ്കിൽ നമ്മുടെ വാക്കിനോടൊപ്പം പരിശുദ്ധാത്മാവ് കൂടെ വ്യാപരിക്കുമ്പോഴാണ് ആ രോഗശക്തി വിട്ടുമാറുന്ന, ഇരുട്ട് മാറി വെളിച്ചമുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കണം, എങ്ങനെ സംഭവിക്കുക? നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ മാറരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ വരുമ്പോഴും, എന്തൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ പറയാം ഇവിടെ എല്ലാം ക്രാഷ് ആയി പോയെന്ന് പറഞ്ഞ ജീവിതം പലരും നോക്കുമ്പോൾ അയ്യോ തകർന്നു പോയി എന്ന് പറയുമ്പോൾ തകർന്നു പോയാലും അവിടുന്ന് പണിയാൻ കഴിയുന്ന ഒരുവന്റെ കയ്യിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ നാമത്തെ നിഷേധിക്കാതെ വചനം വിട്ട് പോകാതെ നമ്മൾ നിൽക്കുമെങ്കിൽ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു. അതടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഈ വചനത്താൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് കിട്ടിയ വചനം ആമേൻ. ഇന്നലെ 2 പ്രാവശ്യം ദൈവം ഇടപെട്ട വചനം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വചനത്തിൽ ഉറച്ചു നിൽക്കാം. ഒരിക്കലും വചനം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറാം. അപ്പൊ നമുക്ക് ശക്തി ഒന്നുമില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ആ തുറന്നു വെച്ച വാതിലൊന്നും അടയ്ക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ മിനിസ്ട്രി ആയിക്കോട്ടെ, നമ്മുടെ ഭൗതികമായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാകട്ടെ, ഏത് ജീവിതത്തിൽ ഏത് കാര്യമാണെങ്കിലും അത് അടച്ചു കളയാൻ
ആർക്കും കഴിയത്തില്ല. ഹാലേലിയ. ആമേൻ. കാരണം ആമേൻ ജയാളിവൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. 2020 is the year of victory എന്ന് പറഞ്ഞെങ്കിൽ വിക്ടോറിയസ് ആയി നമ്മളെ നടത്തും ദൈവം. നമ്മുടെ കൂടെയുള്ളപ്പം നമ്മുടെ ശക്തിയും ബലവും ഒന്നും ഇല്ലെങ്കിൽ ശക്തനായ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ഒരിക്കലും വഴി വെച്ച് വിട്ടുകളയത്തില്ല. ആ കരം നമ്മളെ പിടിച്ചുകൊണ്ടേ നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ കരത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. ദൈവം ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.